പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം. നമ്മുടെ രാജ്യം എത്തിപ്പെട്ടിരിക്കുന്ന അതിഭീകരമായ അവസ്ഥ വളരെ കാലങ്ങളായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണെങ്കിലും അതിൻ്റെ തീവ്രത നാൾക്ക് നാൾ കൂടി വരികയാണ്. ഇപ്പോൾ ഇന്ത്യയിലെ ഏത് മന്ദിരത്തിന് കീഴെയും തങ്ങൾക്ക് വിശ്വാസമുള്ള ക്ഷേത്രങ്ങളുടെ ദൈവങ്ങളുടെ അവശിഷ്ടങ്ങളുണ്ടോ എന്ന് ക്ലെയിം ചെയ്തുകൊണ്ട് ആർക്കും കോടതിയെ സമീപിക്കാവുന്ന, അങ്ങനെ ഏതെങ്കിലും ഒരു പുൽക്കൊടി പോലും കോടതിയെ സമീപിച്ചാൽ അതിന് ഉടൻ തന്നെ പരിശോധനാനുമതി നൽകുന്ന വളരെ വിചിത്രമായ ഒരവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇങ്ങനെ നിലനിൽക്കുമ്പോഴും ഇത് നമ്മുടെ രാജ്യനിവാസികൾക്കൊരു പ്രശ്നമായി മാറുന്നില്ല. അതൊരു സ്വാഭാവിക സംഭവമായി, സ്വാഭാവികമായ അവസ്ഥയായി അതിനോട് താതാത്മ്യപ്പെട്ടിരിക്കുകയാണ് ഈ നാട്ടുകാരായ ആളുകൾ മുഴുവൻ. ഈ സന്ദർഭത്തിലാണ് ദി വയർ എന്ന് പറയുന്ന ചാനലിൽ മുതിർന്ന മാധ്യമപ്രവർത്തകനായ കരൺ ഥാപ്പർ ഇന്ത്യയിലെ മുതിർന്ന അഭിഭാഷകനായിരുന്ന ദുഷ്യന്ത് ദവെയുമായി ഒരു അഭിമുഖം നടത്തുന്നത്. അതിൽ അദ്ദേഹം പൊട്ടിക്കരയുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ ആ വിഷയവുമായി ബന്ധപ്പെട്ടാകാം എന്ന് തീരുമാനിച്ചത്. നമ്മുടെ രാജ്യത്ത് ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധേയമായ ഒരു നില മെച്ചപ്പെടുത്താൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് സാധ്യമായിട്ടുമുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടി യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഭരണകൂടത്തിൻ്റെ നെറികെട്ട നിലപാടുകൾക്ക് പ്രതിപക്ഷമായി നിൽക്കേണ്ടതാണ്. അപ്പോഴാണ് പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷമായി മാറുന്നത്. എന്നാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് അവർക്ക് താല്പര്യമുള്ള ചില വിഷയങ്ങൾ അത് എടുത്ത് രംഗത്ത് വരികയും, എന്നാൽ നമ്മുടെ രാജ്യം അനുഭവിക്കുന്ന ഏറ്റവും നീറുന്ന സങ്കീർണമായ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് കെൽപ്പില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സംഭലിൽ കോടതി ഇടപെടൽ നടത്തിയതിൻ്റെ മണിക്കൂറുകൾക്കകം അവിടെ സർവേക്ക് വേണ്ടി ആളുകൾ എത്തുകയും അതെന്താണെന്ന് അന്വേഷിക്കാൻ വന്ന ആളുകൾക്ക് നേരെ അതിക്രൂരമായി പോലീസ് വെടിവെക്കുകയും ചെയ്തിട്ടും അത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമ പ്രവർത്തകരെയോ ഇവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളെയോ അത് സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഭീകരമായ അവസ്ഥയിലേക്കാണ്, അപകടകരമായ അവസ്ഥയിലാണ് നമ്മുടെ രാജ്യം എത്തി നിൽക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വിഷയം രൂക്ഷമാവുകയും ആളുകൾ അത് ഏറ്റെടുക്കുന്നു എന്ന് തോന്നുകയും ചെയ്യുമ്പോൾ ഉള്ള ചില കണ്ണിൽ പൊടിയിടലായി മാത്രമല്ലാതെ അതിനെ കാണാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. രാഹുൽ ഗാന്ധി അതൊരു വിഷയമായി ഏറ്റെടുക്കുകയും അത് രൂക്ഷമായ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകൾ അദ്ദേഹത്തിന് പിന്നിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതൊരു പക്ഷേ അദ്ദേഹത്തിന് പോലും അറിയാമായിരിക്കും. എന്നാലും ഇന്ത്യയുടെ മെയിൻ സ്ട്രീമിൽ നിലനിൽക്കുന്ന ഹിന്ദുത്വ ഭീകരരെ ഭയപ്പെടുകയോ അവരെ തൃപ്തിപ്പെടുത്തണമെന്നത് തൻ്റെ ഉപബോധത്തിൽ എങ്ങനെയോ കുടുങ്ങി നിൽക്കുകയോ ചെയ്യുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അങ്ങനെ ശക്തമായി രംഗത്ത് വരാൻ സാധ്യമാകുന്നില്ല എന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദുഷ്യന്ത് ദവെ നമ്മുടെ രാജ്യം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് തനിക്ക് ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളാണുള്ളത് എന്ന് പറയുന്നത്. My wife tells me every day, why are you getting so involved? But I'm involved because I'm worried about my country. I'm worried about my lovely. You don't know how much it is impacting me. Just imagine how much it must be affecting those belonging to the minority community.
It's really sad what is happening, and I don't know why nobody in this country wants to stand up and fight this kind of nonsense. ഇത് കേവലം ഒരു ദുഷ്യന്ത് ദവെയുടെ മാത്രം പ്രശ്നമാകാൻ തരമില്ല. നമ്മുടെ രാജ്യം തനതായ രൂപത്തിൽ നിലനിൽക്കുകയും നമ്മുടെ രാജ്യത്തെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ആവശ്യമാണ് എന്ന് വിചാരിക്കുന്ന, നമ്മുടെ രാജ്യം തകർന്ന് തരിപ്പണമാകരുത് എന്നും അത് അതിൻ്റെ നിലവിലുള്ള സൗന്ദര്യത്തോടു കൂടി തന്നെ നിലനിൽക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും അലോസരപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എതിർ ശബ്ദങ്ങൾ ഉണ്ടാകുന്നില്ല എന്നത് അങ്ങേയറ്റം വേദനാജനകമായ ഒരു സാഹചര്യമാണ് എന്ന് ദുഷ്യന്ത് ദവയെ പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ദുഷ്യന്ത് ദവയുടെ ഈ കരൺ ഥാപ്പറിന്റെ മുൻപിലുള്ള ഈ പൊട്ടിക്കരച്ചിലെങ്കിലും നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള സാഹചര്യത്തെ മാറ്റാൻ ഉതകുന്ന ഏതെങ്കിലും ചില പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിക്കാൻ കാരണമായാൽ, സംഭലിൽ വെടിവെച്ച് വീഴ്ത്തപ്പെട്ട ആ ആളുകളുടെ രക്തം നിലവിലുള്ള ഇനി വരാനിരിക്കുന്ന പള്ളികൾക്ക് നേരെ അവകാശം ഉന്നയിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ തടയിടാൻ കാരണമാകുന്ന നിയമങ്ങളിലേക്കോ നടപടികളിലേക്കോ രാജ്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ആ രക്തമെങ്കിലും സാർത്ഥകമായി എന്ന് വിചാരിക്കാൻ കഴിയും. അങ്ങനെ ആരെങ്കിലുമൊക്കെ ബലി കൊടുത്തുകൊണ്ട്, ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇനിയും കൂടുതൽ മാനസികമായ അലോസരങ്ങളുള്ള ആളുകൾ തങ്ങളുടെ മനോവികാരങ്ങളെ നമ്മുടെ രാജ്യത്തിന്റെ മുൻപിൽ പ്രകടിപ്പിച്ചുകൊണ്ട് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തെ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമ്മുടെ രാജ്യത്തെ ബോധ്യപ്പെടുത്താനുള്ള സന്ദർഭമായി ഇത് മാറിയാൽ നന്നായേനെ എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് ആശ്വസിക്കാനുള്ളത്. നമ്മുടെ രാജ്യത്തെ നഷ്ടപ്പെട്ടു പോകുന്ന മതേതരത്വ ജനാധിപത്യ മൂല്യങ്ങളെ, നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും നഷ്ടപ്പെട്ടു പോകുന്ന നിലവിലുള്ള സാഹചര്യത്തെ മാറ്റി നമ്മുടെ രാജ്യം അതിൻ്റെ തനിമയോടുകൂടി നിലനിൽക്കുന്ന ഒരവസ്ഥ സംജാതമാകട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്ന് മാത്രമല്ല, അതിനു വേണ്ട പ്രവർത്തന മാർഗത്തിൽ സജീവരായി നമുക്ക് ഇടപെടുകയും ചെയ്യാം. അങ്ങനെ ഒരു സംഘം ഉയർന്നു വരികയും നമ്മുടെ രാജ്യത്തെ രക്ഷിച്ചെടുക്കുവാനുള്ള പരിശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കൺകുളിർമയുള്ള കാഴ്ച ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു വർത്തമാനം അവസാനിപ്പിക്കുകയാണ്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.